اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എട്ടാമത്തെ ഹിക്മത്തായിട്ട് പറയുന്നത്, ഇദാ ഫതഹ ലക വിജ്ഹതൻ മിനത് തഅറുഫി ഫലാ തുബാലി മഅഹ അൻ ഖല്ല അമലുക. ഇദാ ഫതഹ ലക, അല്ലാഹു നിനക്ക് തുറന്നു തന്നാൽ, വിജ്ഹതൻ മിനത് തഅറുഫി, അല്ലാഹുവിൻ്റെ മഅരിഫത്തിന്റെ ഒരു മാർഗം. അതായത് മഅരിഫത്ത് പറഞ്ഞതിന്റെ മലയാളം ദിവ്യദർശനം എന്നാണ്. അല്ലാഹു മഅരിഫത്തിന്റെ ദിവ്യദർശനത്തിന്റെ ഒരു മാർഗം നിനക്ക് തുറന്നു തന്നാൽ, ഫലാ തുബാലി മഅഹ, അതിനോടുകൂടെ നീ സാരമാക്കേണ്ടതില്ല, അൻ ഖല്ല അമലുക, നിന്റെ അമല് കുറഞ്ഞു പോയി എന്നുള്ളത്. ഇവിടെ അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും ഉന്നതമായ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് മഅരിഫത്ത് എന്നുള്ളത്. നമ്മളൊക്കെ ചിലപ്പങ്ങളൊക്കെ വെള്ളിയാഴ്ച പലതവണ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ മഅരിഫത്ത് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് ഈ ലോകത്ത് 17,85,600 ഇനം വർഗങ്ങൾ, ജീവികൾ ഈ ലോകത്ത്, ശാസ്ത്രം പറയുന്നത് അങ്ങനെ 17,85,600 ഇനം ജീവികൾ ലോകത്തുണ്ട്. ആ ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് മനുഷ്യൻ. അപ്പൊ അല്ലാഹു തആല നമ്മൾ ആ വർഗത്തിൽ ഏറ്റവും ഉന്നതരായ മനുഷ്യരാക്കി അല്ലാഹു തആല നമ്മളെ പഠിച്ചു. ഒരു നായയിലോ പന്നിയിലോ പോത്തിലോ കാളിലോ ഒന്നും അല്ലാഹു തആല നമ്മൾ പെടുത്തിയിട്ടില്ല. അതിൽ ഏറ്റവും കോമൺ സെൻസ് ഉള്ള ഏറ്റവും ഉന്നതരായ മനുഷ്യരിലാണ് അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തിയത്. ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തിൽപ്പെട്ട ഒന്നാണ് ഈ ദിവ്യദർശനം, മഅരിഫത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇദാ ഫതഹ ലക, നിനക്ക് തുറന്നു തന്നാൽ, വിജ്ഹതൻ മിനത് തഅറുഫി, ദിവ്യദർശനത്തിന്റെ ഒരു മാർഗം. ഇവിടെ ദിവ്യദർശനത്തിന്റെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ദിവ്യദർശനം കിട്ടാൻ കാരണമാകുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ രോഗം പോലത്തെ കാര്യങ്ങൾ, ആഫത്ത് പോലത്തെ കാര്യങ്ങൾ, മുസീബത്ത് പോലത്തെ കാര്യങ്ങൾ അല്ലാഹു തആല നിനക്ക് തരികയാണ് എങ്കിൽ ഫലാ തുബാലി മഅഹ, നീ അതിനോടുകൂടെ എന്ത് ചെയ്യരുത്, സാരമാക്കണ്ട. എന്ത്? അൻ ഖല്ല അമലുക, നിന്റെ അമലുകളൊക്കെ കുറഞ്ഞു പോയി എന്നുള്ളത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് നിനക്ക് ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കാൻ പറ്റിയിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ അതൊന്നും ചിലപ്പോൾ രോഗാവസ്ഥയിൽ ചെയ്യാൻ പറ്റൂല. രോഗാവസ്ഥയിൽ ചിലപ്പോൾ വെറും ഫർള് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സുന്നത്തു നോമ്പ് നമ്മൾ എടുത്തിരുന്നു, പക്ഷെ രോഗാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മഹാന്മാര് പറയുന്ന രോഗാവസ്ഥയിലുള്ള ഒരു സെക്കൻഡ് ഉള്ളു, അത് വളരെ അമൂല്യമായിട്ട് അല്ലാഹു തആല അവന്റെ അടുത്ത് രേഖപ്പെടുത്തുന്നു. അപ്പൊ അബ്ദുറഹ്മാൻ സുഫൂരി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് 360 കെണുപ്പുകളുണ്ട്. 300 മഫാസിലുകൾ എത്രയാണ്? 360. അപ്പൊ ഒരാൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ ഈ 360 കെണുപ്പുകളും അവനക്ക് വേണ്ടി ദ്വാരക്കുന്നതാണ്. അപ്പൊ ഒരു പനി വന്നാൽ സത്യത്തിൽ നമുക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായ ചെലവുണ്ടെങ്കിലും അക്കൗണ്ടിൽ പൈസ കൂടുകയാണ്. അക്കൗണ്ടിൽ എന്തുണ്ട്? പൈസ കൂടുന്നുണ്ട്. അതായത് ഒരു പനി വന്നാൽ 360 കെണുപ്പുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന. അപ്പൊ രോഗം എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്കതൊരു പ്രയാസമായി തോന്നുമെങ്കിലും അല്ലാഹു ആകുന്ന മഅരിഫത്തിനെ അറിയാനുള്ള ഒരു മാർഗമാണ് രോഗം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രോഗമുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ ഓല് കുറെ പഠിച്ചിട്ടുണ്ടാവില്ല. ഓല് കുറെ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. മദ്രസയിൽ പോകാത്ത ആൾക്കാരേക്കാരം. ഖുർആനൊന്നും ചിലപ്പോൾ ശരിക്കും അറിയണ്ടാവില്ല. പക്ഷെ അല്ലാഹു തആല ഇത് കൊടുക്കാൻ എന്തെങ്കിലും ഓൽക്കൊരു സാധനം കൊടുക്കണ്ടേ? വെറുതെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ പണ്ടൊരു കഥ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരാള് മൂസാ നബിന്റെ കൂടെ എനിക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കിടക്കണം എന്ന് പറഞ്ഞു. മൂസാ നബിന്റെ കൂടെ. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഇതല്ലാത്ത വേറെന്തെങ്കിലുമൊക്കെ ചോദിച്ചോ?
അല്ല എനിക്കത് മതി, നിങ്ങളെ കൂടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ നരി പിടിച്ചിട്ട് ഈ മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ എന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് തുയർന്നു കൊടുത്ത മനുഷ്യനെ നരി പിടിച്ചു അറിയുമ്പോ എനിക്കൊരു കുറവാണ്. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, അത് നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കാനാണ് ഞാൻ ആ പണി ചെയ്തത്. കാരണം ഒരു അമലും ഇല്ലാത്ത ഒരാളൊരു പ്രവാചകന്റെ കൂടെ സ്വർഗത്ത് കടക്കാന്ന് പറഞ്ഞാല് അത് ഇത്തിരി പോകുന്ന കാര്യമാണ്. അങ്ങനെ ഈ മനുഷ്യനെ നരി പിടിച്ചിട്ട് നരി ഇങ്ങനെ ഈ കണ്ടനാടിക്ക് നരി പിടിച്ചിട്ട് ഇങ്ങനെ കടിച്ച സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചു. ആ ഒരൊറ്റ അള്ളാഹു തആലാക്ക് എന്ത് ചെയ്തു? ആ ഒരൊറ്റ വിളിയില്ലേ, അതിന് എന്ത് ചെയ്തു? മൂസാ നബിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ദർജയിലേക്ക് അള്ളാഹു തആല ഒറ്റ വിളി കൊണ്ട് എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ ഉയർത്തി. അപ്പൊ രോഗാവസ്ഥയിൽ നമ്മൾ ഇടങ്ങേറായിട്ട് പടച്ച റബ്ബിനെ വിളിക്കേണ്ട അല്ലാഹ് എന്ന് പറഞ്ഞൊരു വിളി, അത് ചിലപ്പോ അള്ളാഹുവിന്റെ മഅരിഫത്ത് കിട്ടാനുള്ള ഒരു മാർഗ്ഗക്കാണ്. അതാണ് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അള്ളാഹു തആല നിനക്ക് ദിവ്യ ദർശനത്തിന്റെ ഒരു ഭാഗം തുറന്നു തരാണ്. ഇവിടെ തന്നെ ഇത് ഷറഹ് പറയുന്നുണ്ട്, പിന്നെ കൽ അമ്രാദി, രോഗങ്ങളെ പോലെ, വൽ ബലായ, ബലായുകൾ, ആഫത്ത്, മുസീബത്തുകളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോ കുട്ടികൾ മരിക്കുക, പെട്ടെന്ന് ഭാര്യ മരിക്കുക, പെട്ടെന്ന് മകൻ മരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സുഹൃത്ത് മരിക്കുക, ഇങ്ങനത്തെ ആഫത്ത് മുസീബത്തുകളൊക്കെ ഒരു മനുഷ്യന് തരുമ്പോ മനസ്സിലാക്കണം എന്ത്? ഇത് അള്ളാഹു തആലാക്ക് നമ്മോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടാന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒന്നുകൂടി വായിച്ചുതരാം. ഇദാ ഫതഹ ലക വിജ്ഹത്തൻ മിന തഅറുഫി, അള്ളാഹുവിന്റെ മഅരിഫത്തിൽ നിന്ന് ഒരു മാർഗം അള്ളാഹു തആല നിനക്ക് തുറന്നു തന്നാൽ, ഫലാ തുബാലി മഅഹ, നീ അതിനോടുകൂടെ സാരമാക്കണ്ട, അൻ ഖല്ല അമലുക, ഞാൻ ഇപ്പൊ ഫർള് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, എനിക്ക് സുന്നത്ത് ചെയ്യാൻ ഇപ്പൊ കഴിയണില്ലല്ലോ, എന്റെ ആരോഗ്യം അതിന് സമ്മതിക്കണില്ലല്ലോ, അങ്ങനെ നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഹദീസ് ഉണ്ട്, അള്ളാഹു തആല ഒരു മനുഷ്യൻ രോഗാവസ്ഥയിലാകുന്ന സമയത്ത് മലായിക്കത്തുകളോട് പറയുന്ന, മലായിക്കത്തുകളെ, എന്റെ ഇന്നാലിന്ന അടിമ രോഗാവസ്ഥയിലാണ്, അതുകൊണ്ട് അവൻ ആരോഗ്യമുള്ള സമയത്ത്, ചുറുചുറുക്കുള്ള സമയത്ത് എങ്ങനെ അമൽ ചെയ്തിരുന്നോ അന്നത്തെ കൂലി ഇപ്പോഴും കൊടുക്കണേ എന്ന് ആരോട് പറയുന്നതാണ്? ഈ മലായിക്കത്തിനോട് എഴുതി വെക്കാൻ പറയുന്നത്. ഇതിന്റെ ഷറഹിലുള്ളതാണ്. മനസ്സിലാവുണ്ടോ? കാരണം ഫഇന്നഹു മാ ഫതഹഹ ലക, അല്ലാഹു തആല നിനക്ക് തുറന്നു തന്നിട്ടില്ല, ഇല്ലാ വഹുവ യുരീദു, അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടല്ലാതെ, അൻ യതഅറഫ ഇലൈക, നിന്നെ അനുഗ്രഹിക്കണമെന്ന് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? നിന്നെ ഒന്ന് ഉയർത്തണം, നിന്നെ ഒന്ന് വലുതാക്കണം എന്ന് അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് ചെയ്യണത്? ഈ രോഗം അല്ലെങ്കിൽ മുസീബത്തുകളും ആഫത്തുകളൊക്കെ അല്ലാഹു തആല നിനക്ക് എന്ത് ചെയ്യണത്? തരുന്നത്. അങ്ങനെയാണ് നീ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അതിന്റെ ശേഷം പറയാണ്, അലം തഅലം, നീ കണ്ടില്ലേ, അന്ന തഅറുഫ, നിശ്ചയമായും ഈ മഅരിഫത്ത് എന്ന് പറയുന്നത്, ഹുവ മൗരിദുഹു അലൈക, അത് അല്ലാഹു തആല നിനക്ക് തന്നൊരു സാധനമാണ്, നിനക്ക് തരുന്ന ഒരു സാധന. നിന്നോട് പ്രത്യേകമായ സ്നേഹവും വാത്സല്യവും ഉള്ളത് കൊണ്ട് അല്ലാഹു തആല തരികയാണ്. കാരണം വൽ അമാല അൻത മുഹ്ദിഹ ഇലൈഹി, നീ ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു തആലക്ക് ഉള്ള ചില ഹദിയകളാണ്. അതൊന്നും അല്ലാഹു തആലക്ക് ആവശ്യമില്ല. അതെന്താണ്? കേവലം എന്ത് മാത്രമാണ്? ചില ഹദിയകൾ മാത്രമാണ്. മാത്രല്ല വ ഐനമാ തുഹ്ദീഹി ഇലൈഹി മിമ്മാ ഹുവ മൗരിദുഹു അലൈക, അല്ലാഹു തആല നിനക്ക് നൽകിയ ഹദിയകൾ നോക്കുമ്പോ നിന്റെ ഹദിയകളൊക്കെ എവിടെയാണ്? അല്ലാഹു തആല നിനക്ക് തന്ന ഹദിയകൾ നോക്കുമ്പോ നിന്റെ ഹദിയകളൊക്കെ എവിടെയാണ്? അതുകൊണ്ട് അമലുകളിലൊന്നും വലിയ കാര്യമല്ല. അമലുകൾ കുറഞ്ഞു പോയി നീ ആശങ്കപ്പെടേണ്ട ആവശ്യമല്ല. നിന്നെ അല്ലാഹു തആല ഉയർത്താനാണ് അല്ലാഹു തആല നിനക്ക് എന്ത് ചെയ്യുന്നത്? ആ രോഗം നിനക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാനൊരു വിഷയം കൂടി ഇതിനോട് കൂടി ചേർത്തി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി, പിന്നെ സ്വഹാബിയും അദ്ദേഹത്തിന്റെ ഭാര്യയും നല്ല റാഹത്തോടുകൂടെ ജീവിച്ചു പോരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഭർത്താവ് പണി മാറ്റി വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഡിവോഴ്സ് വേണം, നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? വിവാഹമോചനം നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭർത്താവിന് ആകെ സങ്കടം. കാരണം ഓര് തമ്മിൽ യാതൊരു കുഴപ്പമില്ല, പരസ്പരം ഭയങ്കര സ്നേഹത്തിലാണ്, ഇണക്കുരുവികളെ പോലെ കഴിയുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് പെണ്ണുങ്ങൾ പറയണ എന്ത്? എനിക്ക് നിങ്ങളെ പറ്റൂല. കുറെ ഭർത്താവ് പറഞ്ഞു നോക്കി, എന്താണ് എൻ്റെ അടുത്ത് പ്രശ്നം പറയാന്നൊക്കെ പറഞ്ഞു കുറെ പിന്നാലെ കൂടിയേക്ക്. പക്ഷെ പെണ്ണുങ്ങൾ സമ്മതിക്കണില്ല, എനിക്ക് വിവാഹമോചനം നടത്തിയേ പറ്റുള്ളൂ. അപ്പൊ ഈ സഹാബി പറഞ്ഞു, അതിന് പരിഹാരം അള്ളാന്റെ റസൂലാണല്ലോ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ വിഷമത്തോടുകൂടെ
ഭർത്താവ് വളരെ വിഷമത്തോടുകൂടെ, എന്നാ ഭാര്യക്കും വിഷമമുണ്ട്, ഇതിൽ പുറത്തേക്ക് കാണിക്കണില്ല. വിഷമത്തോടുകൂടെ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ പോണ സമയത്ത് വഴിയിൽ വെച്ച് ഒരു മരത്തിന്റെ കമ്പ് തട്ടിയിട്ട് ഭർത്താവ് കൊണ്ട് വീണു. ഭർത്താവ് വീണ് ഭർത്താവിന്റെ കാലും എന്ത് ചെയ്തു, ഒരു മുറിവും ഒക്കെ ആയി, ചോരൊക്കെ രക്തമൊക്കെ വന്നു. അങ്ങനെ ഭാര്യ ഓടി വന്നിട്ട് ഭർത്താവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട, റസൂലിന്റെ അടുത്തേക്കൊന്നും പോകണ്ട, നമുക്ക് പെരീക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഡിവോഴ്സിന്റെ തീരുമാനം ആക്കണ്ടേ ചോദിച്ചു. ഇനി ഡിവോഴ്സ് വേണ്ട. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. എന്നാ എന്താണ് കാരണം വെച്ചാൽ എന്താന്ന് പറയാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു തആല ഏറ്റെടുത്താല് അവനക്ക് രോഗങ്ങൾ നൽകി അവനെ പരീക്ഷിക്കുന്ന എന്ത് ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾക്ക് ഒരു രോഗം വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ അള്ളാഹു തആലാക്ക് വെറുപ്പാണ് എനിക്ക് തോന്നുപോയി. അള്ളാഹ് വെറുത്തൊരു മനുഷ്യനോട് കൂടെ എത്ര നല്ല സ്വഭാവമാണെങ്കിലും എനിക്ക് കഴിയാൻ മാനസികമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നിങ്ങളിപ്പോ വീണപ്പോ എനിക്ക് മനസ്സിലായി അള്ളാഹു തആല നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റെടുത്ത ആൾ തന്നെയാണ്. ഇനി എന്തിന്റെ ആവശ്യമല്ല, നമുക്ക് റസൂലുള്ളാഹിക്ക് പോകേണ്ട കാര്യമില്ല. ഇത് സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്ന ഹയാത്തു സ്വഹാബ പോലത്തെ കിതാബുകളിൽ കാണാൻ കഴിയുന്ന സംഭവങ്ങളാണ്. അപ്പോ പഴയ കാലത്തുള്ള മഹാത്മാക്കളൊക്കെ രോഗമെന്ന് പറയുന്നതിന് വലിയ അനുഗ്രഹമായി കണ്ടിരുന്നു. രോഗമെന്ന് മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഒരിക്കങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരാള് പിന്നെ തലമ്മങ്ങനെ പിടിച്ചു കെട്ടിക്കും, ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ പിടിച്ചു കെട്ടിക്കും. അപ്പൊ റാബിയത്തുൽ അദവിയ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ തലമ്മ ഇത് കെട്ടിക്കുന്നു ചോദിച്ചു. അപ്പം ഈ ആള് പറഞ്ഞു, തലവേദന സഹിക്കണില്ല, അപ്പൊ ഒന്ന് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ട്. ഈ മൈഗ്രെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ തസവുറാവും, അല്ലാത്തവർക്ക് പെട്ടെന്ന് തിരിയില്ല. അതുകൊണ്ട് ഞാൻ മുറുക്കിക്കാണ് പറഞ്ഞു. അപ്പൊ മഹദിയാവുന്ന റാബിയത്തുൽ അദവിയ പറഞ്ഞു, അള്ളാഹു നിനക്കൊരു സമ്മാനം തന്നിട്ട് അത് എന്നോട് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞിട്ട് നീ അത് പരസ്യമാക്കണില്ലേ, നീ എത്ര മോശപ്പെട്ട ആളാന്ന്. ഉടൻ തന്നെ ആ മനുഷ്യനാ തലീക്കെട്ടയച്ച് അത് സഹിച്ചു നിന്നു. ഈ സംഭവം ഞാൻ മുമ്പൊരിക്കൽ വായിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നി. പക്ഷെ ആ സംശയം ഇവിടെ തീർന്നു. ഇന്നത്തെ ഒരു ഹദീസോട് കൂടെ തീർന്നു. ഖുദ്സിയായ ഒരു ഹദീസില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഞാനൊരു മുഅ്മിനായ മനുഷ്യനെ പരീക്ഷിക്കും, എന്നിട്ടോ ആ വ്യക്തി തന്റെ പ്രയാസം ആരോടും പറഞ്ഞില്ല, അതിന് വളരെ ഉന്മേഷവാനായി അദ്ദേഹം അത് കൊണ്ടു നടന്നു, ഒരാളോടും അത് പറഞ്ഞില്ല, എങ്കിൽ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ നാളെ അവനെ എന്റെ മുമ്പിൽ ഹാജരാക്കുമെന്ന് അല്ലാഹു തആല പറയണം. മാത്രമല്ല ഓൻ എന്ത് മോശപ്പെട്ട അമലുകൾ ചെയ്താലും അതൊക്കെ നല്ല അമലുകളാക്കി ഞാൻ പകരം നൽകുകയും ഹിസാബില്ലാതെ അവനെ സ്വർഗത്തിലേക്ക് കടത്തുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നു. ഞമ്മക്കൊക്കെ പനി ഇങ്ങോട്ട എരുത്തു കൂടെ വന്നാല് നമ്മളെ മഹല്യത്തെ എല്ലാവരും അറിയും, അല്ല നമ്മളെ മൊത്തത്തിൽ നമ്മളൊക്കെ ഒരു അവസ്ഥയാണത്. ഒന്നാമത് നമുക്ക് പേടിച്ചിട്ടാണ്, വേറെയും കാര്യമുണ്ട്, പേടിച്ചിട്ടാണ് എല്ലാവരോടും പറയണത്. സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ അങ്ങനെയല്ല, ഓല ഒരു പരാതിയും ഒരു മനുഷ്യനോട് പറയില്ല, അള്ളാഹിനോട് മാത്രം. ഞാൻ മുമ്പൊരിക്കൽ ഒരു വിഷയം പറഞ്ഞതില്ല നിങ്ങൾക്ക്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വഹി വന്ന സമയത്ത് ജിബ്രീൽ പറഞ്ഞു, നബിയെ നിങ്ങളെ കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങൾക്ക് പല്ലിന് തീരെ സുഖല്ലല്ലേ? അപ്പൊ റസൂൽ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനത് അറിഞ്ഞിട്ടില്ല. എന്നാ മൂപ്പർക്ക് പല്ലുവേദനയാണ് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്ന സമയത്ത് അള്ളാന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖെ നിങ്ങൾക്കൊരു പല്ലുവേദന ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പോ സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബിയെ അത് അള്ളാഹു എനിക്ക് തന്ന നിസ്സാരമായൊരു രോഗമാണ്, അത് ഞാൻ നിങ്ങളോട് പറയുന്നതിന് ഞാൻ ലജ്ജിക്കുന്നു. എന്റെ റബ്ബ് എനിക്കൊരു പരീക്ഷണം തന്നിട്ട് ഞാനത് നിങ്ങളോട് പറയുന്നതിനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നതിന് നബിയെ. സ്വദഖ്ത യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാവധി നമ്മളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മറ്റൊരാളോട് ആവലാതി ആരോട് മാത്രം, അള്ളാഹുവിനോട് മാത്രം പറയാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ദ്വാരക്കണം. നിസ്കാര ശേഷം ഇമാമ് ദ്വാരക്കുമ്പോ അമീൻ പറയലുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാൽ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും എന്ത് ചെയ്യണം, അള്ളാഹിനോട് നമ്മളെ സ്വന്തം കാര്യം പറഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം. അത് അള്ളാഹു താലാക്ക് വലിയ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ അല്ലാഹു തആല എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ തരുമ്പോ ഒരടിമ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ റബ്ബ് എന്നെ സ്നേഹിച്ചിട്ട് എനിക്ക് തന്നതാണ്, എന്നെ കഷ്ടപ്പെടുത്തി അടങ്ങേറാക്കാനല്ല. എന്റെ അമൽ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ആ പാപങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട്
എന്നെ അള്ളാഹു താല ഉയർത്താനാണ് എനിക്ക് എന്ത് ചെയ്യണത്, രോഗങ്ങളൊക്കെ തരുന്നത് എന്ന് എന്ത് ചെയ്യണം, ഒരടിമ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അപാരമായ നിഅമത്താകുന്ന മഅരിഫത്ത് കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു താല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതോടുകൂടെ തന്നെ മഅരിഫത്ത് എന്ന് പറഞ്ഞ സാധനം ഹൃദയശുദ്ധിയുള്ള ആളുകൾക്ക് മാത്രം നൽകുന്നതാണ്. അത് അള്ളാഹു താല ഇങ്ങനെ നോക്കും. ഇതിൽ ആരൊക്കെയാണ് ഹൃദയശുദ്ധിയുള്ള ആൾക്കാർ? കൽബ് നേരായ ആളുകൾക്ക് മാത്രം നൽകുന്നതാണ് എന്ത്, അള്ളാന്റെ മഅരിഫത്ത്. അല്ലാതെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കൂല. അത്രയും അമൂല്യമായ സാധനമാണ് അള്ളാഹുവിന്റെ മഅരിഫത്ത്. അത് അള്ളാഹു തആല നൽകുന്ന ഒരു കാര്യമാണ് രോഗം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗത്തിന്റെ മേൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു തആല അദ്ദേഹത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. നിഅമല്ലാത്തത്, എത്ര നല്ല അടിമയാണ് അയ്യൂബ് നബി, എത്ര നല്ല അടിമയാണ് അയ്യൂബ് നബി. ആ രൂപത്തിൽ ക്ഷമിക്കാനുള്ളൊരു ഹിമ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.